അങ്ങനെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള T20 പരമ്പരയിൽ ഇതാ 3 മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ഇന്ത്യ ഒരിക്കൽ കൂടി ലീഡിലേക്ക് എത്തുന്നു. ആദ്യ മത്സരം ഇന്ത്യ വിജയിച്ചിരുന്നു, രണ്ടാം മത്സരം സൗത്ത് ആഫ്രിക്ക വിജയിച്ചിരുന്നു. ഇതാ മൂന്നാം മത്സരത്തിൽ ഇന്ത്യക്കൊരു തിരിച്ചുവരവ് നടത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞൊരു മത്സരത്തിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു പ്രധാന പ്രശ്നമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ബോളിംഗ് പെർഫോമൻസ് വളരെ വീക്കായിരുന്നു. 200+ റൺസ് വിട്ടുകൊടുക്കേണ്ടി വന്നു. അങ്ങനത്തെ സാഹചര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചാണ് ഈ മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ജസ്പ്രീത് ബുംറ അവൈലബിൾ അല്ലായിരുന്നു ചില പേഴ്സണൽ റീസൺസ് കാരണം. അത് എത്രത്തോളം ബാധിക്കും, കാരണം ചേഞ്ചസ് ആയിട്ട് ഇപ്പം ഹർഷിത് റാണ വരുന്നുണ്ട്, അതുപോലെ തന്നെ അക്സറിന് പകരം കുൽദീപ് യാദവ് വരുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ ബാറ്റിങ്ങിന് അയക്കുകയാണ്, പക്ഷേ നല്ലൊരു സ്കോർ, അതായത് 117 റൺസിന് ഇന്ത്യക്ക് ഒതുക്കാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നല്ല സ്കോർ. ഒതുക്കാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നതാണ്. 20 ഓവറും അവർ ബാറ്റ് ചെയ്തു, പക്ഷേ 10 വിക്കറ്റുകളും ഇന്ത്യക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അതും ഒരു റൺസിൽ നിൽക്കുന്ന സമയത്ത് 2 വിക്കറ്റുകളാണ്. ആദ്യത്തെ ഓവറിൽ തന്നെ അർഷദീപ് ആദ്യം വിക്കറ്റ് നേടുന്നു ഹെൻഡ്രിക്സിൻ്റെ. അതിനുശേഷം രണ്ടാമത്തെ ഓവറിൽ വന്നിട്ട് ഹർഷിത് റാണ ഡിക്കോക്കിൻ്റെ വിക്കറ്റ് നേടുന്നു. ശേഷം തൊട്ടടുത്ത ഓവറിൽ വീണ്ടും ഹർഷിത് റാണ എവാൾഡ് ബ്രേവിസിൻ്റെ വിക്കറ്റ് കൂടി നേടുന്നു. അങ്ങനെ സത്യത്തിൽ സൗത്ത് ആഫ്രിക്ക തുടക്കത്തിൽ തന്നെ വളരെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ, 7-3 എന്ന് പറയുന്ന ഒരു നിലയിൽ 3.1 ഓവറിൽ നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വിക്കറ്റ് പോയി എഴഞ്ഞഴഞ്ഞാണ് സൗത്ത് ആഫ്രിക്ക നീങ്ങിക്കൊണ്ടിരുന്നത്. ഒരു 6 റണ്ണിൻ്റെ റൺ റേറ്റ് പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും 5 അല്ലെങ്കിൽ അതിൽ താഴെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് സൗത്ത് ആഫ്രിക്ക പോയത്. അവസാനത്തെ ഓവേഴ്സിലേക്കൊക്കെ വരുന്ന സമയത്താണ് കുറച്ചെങ്കിലും രീതിയിലൊരു അടിക്കാൻ, മാർക്രോവും അതുപോലെ തന്നെ ഫെറേറയും ചേർന്നിട്ടാണ് കുറച്ചെങ്കിലും ഒരു രീതിയിലേക്ക് സൗത്ത് ആഫ്രിക്കയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊരു വലിയ സ്കോറിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നതാണ് കാര്യം. ഇപ്പോൾ മാർക്കത്തിൻ്റെ ഇന്നിങ്സ് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഇന്നിങ്സാണ്. 46 പന്തിൽ 61 റൺസ്. അർഷദീപാണ് അദ്ദേഹത്തിന് വിക്കറ്റ് നേടുന്നത്. അതുപോലെ തന്നെ ഫെറേറയുടെ ഒരു ഇന്നിങ്സും അതും എടുത്ത് പറയേണ്ടതാണ്. 15 ബോളിൽ 20 റൺസ് എടുത്തു. എന്നാണെങ്കിലും അവർക്ക് അവസാനത്തെ ഓവേഴ്സിലേക്ക് കടക്കുന്ന സമയത്ത് ചിലപ്പം 120+ എന്ന് പറയുന്ന നിലയിലേക്ക്, അതായത് ഇന്ത്യക്ക് മുൻപിലൊരു 6+ റൺ റേറ്റ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബൂംറയുടെ ഒരു അഭാവത്തിൽ എങ്ങനെ ബോളിംഗ് പെർഫോമൻസ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പം അർഷദീപും ഹർഷിത് റാണയും ഒക്കെ ആദ്യത്തെ ഓവേഴ്സ് മിന്നിത്തിളങ്ങുന്ന പെർഫോമൻസ്, ഒട്ടും തന്നെ റണ്ണ് വിട്ടുകൊടുക്കാത്ത രീതിയിലുള്ള പ്രകടനമാണ് നടത്തിയത്. അർഷദീപ് അത് മെയിൻറ്റെയിൻ ചെയ്തു. 4 ഓവറിൽ വെറും 13 റൺസ് മാത്രം വിട്ടുകൊടുത്തിട്ടാണ് 2 വിക്കറ്റുകൾ നേടിയത്. എന്നാൽ റാണയെ സംബന്ധിച്ചിടത്തോളം അവസാനം പറഞ്ഞിട്ടുള്ള ഓവേഴ്സിൽ കുറച്ച് അടി മേടിച്ചു. 4 ഓവറിൽ 34 റൺസ്, അദ്ദേഹത്തിൻ്റെ ആണ് ഏറ്റവും ഉയർന്ന എക്കോണമി റേറ്റ്. പക്ഷേ ഈ മത്സരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തിയ താരം ആര് ബോൾ കൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും പറയാൻ സാധിക്കും അത് വരുൺ ചക്രവർത്തിയുടെ തന്നെയാണ്. ക്രൂഷ്യലായിട്ടുള്ള വിക്കറ്റ്സ് നേടിയെടുക്കാൻ സാധിച്ചു. 2 ബൗൾഡ് ആണ്. അതുപോലെ 4 ഓവർ എറിഞ്ഞു, 11 റൺസ് മാത്രം വിട്ടുകൊടുത്തിട്ടാണ് 2 വിക്കറ്റ്. അദ്ദേഹത്തിൻ്റെ ഇമ്പ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ്. അതുപോലെ ഹർദിക് പാണ്ഡ്യ ആണെങ്കിലും ശിവൻ ദൂബെ ആണെങ്കിലും ഒക്കെ ബോളിംഗ് പെർഫോമൻസ് കൊണ്ട് ഇമ്പ്രസീവ് ആയിരുന്നു. കുൽദീപ് യാദവ് 2 ഓവർ എറിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഓവറിൽ 10 റൺസ് വിട്ടുകൊടുത്തിരുന്നു. എന്നാൽ രണ്ടാമത്തെ ഓവർ അദ്ദേഹം ഫൈനൽ ഓവറാണ് എറിഞ്ഞത്. അത് വാലറ്റത്തെ പ്ലേയേഴ്സാണ് 2 വിക്കറ്റ്സ് ആ ഓവറിൽ നേടിയെടുക്കാൻ സാധിച്ചു. 2 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. അങ്ങനെയാണ് 117 എന്ന് പറയുന്ന ഒരു കംഫർട്ടബിൾ സോണിൽ ഇന്ത്യക്ക് സൗത്ത് ആഫ്രിക്കയെ പൂട്ടാൻ സാധിച്ചു. 118 എന്ന് പറയുന്ന റൺസ് പിന്തുടർന്ന് എത്തുന്ന ഇന്ത്യക്ക് ഇപ്പം ആദ്യം തന്നെ ഗില്ലിൻ്റെ വിക്കറ്റ് നഷ്ടമായേനെ. പക്ഷേ അത് LBW ഔട്ട് വിധിച്ചു. പിന്നെ DRSലാണ് അത് ബാറ്റിൽ ടച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ ശുഭ്മാൻ ഗില്ല് തുടർന്ന് കളിക്കാനുള്ള അവസരം കിട്ടി. എന്താണെങ്കിലും പവർ പ്ലേയിൽ ഇത്തവണ സത്യം പറഞ്ഞാൽ അഭിഷേക് ശർമ്മയ്ക്ക് അത്യാവശ്യം ബോളുകൾ കിട്ടി. അദ്ദേഹത്തിൻ്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഇൻസ്റ്റിൻറ്റിൽ ബാറ്റ് ചെയ്യാൻ സാധിച്ചു. 18 പന്തിൽ 35 റൺസ് എടുത്തൊരു നല്ല പെർഫോമൻസാണ് അദ്ദേഹം നടത്തിയത്. ശുഭ്മാൻ ഗില്ലാണെങ്കിൽ കുറച്ച് അദ്ദേഹത്തിൻ്റെ പ്രഷറാണോ എന്നുള്ളത് അറിയത്തില്ല. 28 പന്തിൽ 28 റൺസ് എന്ന് പറയുന്ന, ഇപ്പം ഒരിക്കലും നമുക്ക് അഭിഷേക് ശർമ്മ കളിക്കുന്ന പോലെ മറ്റ് പ്ലേയേഴ്സ് കളിക്കും എന്ന് പറയാൻ പറ്റില്ല. അതുമല്ല ഇങ്ങനത്തെ ഒരു സ്കോറാണ്, അത് പിന്തുടർന്ന് വരുന്ന സാഹചര്യമാണുള്ളത്. പിന്നെ തിലക് വർമ്മയാണെങ്കിൽ 34 പന്തിലാണ് 25 റൺസ് നോട്ട് ഔട്ടായിട്ട് നിന്നത്. സൂര്യകുമാർ വന്ന് 11 പന്തിൽ 12 എടുത്ത് ഔട്ടായിപ്പോയി. പിന്നെ ശിവൻ ദൂബെ അവസാനം വന്ന് 4 പന്തിൽ 10 റൺസ് എടുത്തു. സത്യം പറഞ്ഞാൽ നമ്മുടെ ബോളേഴ്സിൻ്റെ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ ക്രൂഷ്യലായിട്ട് മാറിയത്. കാരണം നല്ല രീതിയിൽ എക്കോണമി പിടിച്ചും വിക്കറ്റുകൾ കൃത്യമായിട്ടുള്ള ഇടവേളകൾ നേടിയും, പ്രത്യേകിച്ച് ബൂംറയുടെ അഭാവത്തിൽ പോലും ഇങ്ങനത്തെ ഒരു സ്കോറിൽ ഒതുക്കാൻ സാധിച്ചു. ബാറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അഭിഷേക് ശർമ്മയുടെ ഭാഗത്ത് നിന്ന് നല്ല തുടക്കം, ഒരു എക്സ്പ്ലോസീവ് ബാറ്റിംഗ് നൽകി. പിന്നെ ഞാൻ ഒരു ഘട്ടത്തിൽ വിചാരിച്ചൊരു 12 ഓവറിലൊക്കെ മത്സരം അവസാനിക്കുമെന്നുള്ളതാണ്. പക്ഷേ 15 ഓവറുകളൊക്കെ വരെ നീണ്ടു നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു എന്നുള്ളതാണ് പറയേണ്ടത്. 3 വിക്കറ്റുകളാണ് നഷ്ടമായത്. അതിലിപ്പം എങ്കിടി ഒരു വിക്കറ്റ് നേടി, അതുപോലെ മാക്കോ ജോൺസണും അതുപോലെ ബോഷുമാണ് ഓരോ വിക്കറ്റുകൾ നേടുന്നത്. എനിവേ ഈ ഒരു ബോളിംഗ് പെർഫോമൻസ് അടുത്ത മത്സരത്തിലും കാഴ്ചവെക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കണം. എങ്കിൽ മാത്രമേ പരമ്പര സ്വന്തമാക്കുന്ന ലെവലിലേക്ക് വരത്തുള്ളൂ. ഇനിയിപ്പം ശുഭ്മാൻ ഗില്ലിന് ഇതൊരു ജീവവായു ആകുമോ എന്നറിയത്തില്ല. കാരണം ഒരു
പന്തിൽ 28 റൺസ് കുറച്ച് നാളിന് ശേഷമാണ് ഇത്രയെങ്കിലും അറിയാമല്ലോ കഴിഞ്ഞ 2 മത്സരങ്ങൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി കാണാം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ സുജാടും കമ്പോസ് സനിയോ.